മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂട്യൂബിലൂടെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വെബ്സൈറ്റിലൂടെയും ബ്ലോഗിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഭാരതീയ പൈതൃകത്തിൻ്റെ വിവിധ സന്ദേശങ്ങൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ പൈതൃകമാകുന്ന മഹാസാഗരത്തിൽ നിന്ന് ഒരു ബക്കറ്റിൽ എടുത്ത അര ബക്കറ്റ് വെള്ളം, അതുപോലെ പൈതൃകത്തിൽ നിന്ന് എനിക്കറിയാവുന്ന ഏതാനും ചെറിയ കാര്യങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. ആ സമർപ്പിച്ചതിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിനും ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കേന്ദ്രം തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു സ്കൂളുണ്ട്, മ്യൂസിയം ഉണ്ട്, സംഗീതവും പൈതൃകവും പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ: നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മഹത്വം ലോക ജനതയെ അറിയിക്കുക. അങ്ങനെ അറിയിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തകരുടെ എല്ലാവരുടെയും മനസ്സിൽ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞൊരു വരി ഉറച്ച് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്: യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞഭാവത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അഭിനന്ദനങ്ങളോ വിമർശനങ്ങളോ ഒന്നും തന്നെ വലുതായിട്ട് ബാധിക്കാതെ, ബന്ധനം അല്പം പോലുമില്ലാതെ ഞങ്ങൾ കർമ്മം ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടെ, എൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരെല്ലാം ആ ഒരു ലക്ഷ്യം, നമ്മുടെ ധർമ്മം, നമ്മുടെ രാഷ്ട്രം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഇപ്പം പറയേണ്ട ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ നിങ്ങളോട് പലരോടും അറിയിക്കാൻ ആഗ്രഹമുണ്ട്. ധാരാളം വ്യക്തികൾ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്. ആ അഭിനന്ദനത്തോട് ഞങ്ങൾക്ക് ഒരു ബന്ധനവും തോന്നാറില്ല. അഭിനന്ദിക്കുമ്പോൾ വളരെയധികം സന്തോഷമോ, അതേപോലെ ഇമെയിൽ വഴിക്ക് ധാരാളം പേര് വിമർശിക്കാറുണ്ട്. ആ വിമർശനം കാണുമ്പോഴും വായിക്കുമ്പോഴും യാതൊന്നും തോന്നാറില്ല. വിമർശിക്കാനുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിനന്ദിക്കാനുള്ളവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ധർമ്മവും രാഷ്ട്രത്തിൻ്റെ മഹത്വവും ജനങ്ങളെ അറിയിക്കാനുള്ള കർത്തവ്യം, അത് മറ്റു പലരും ചെയ്യുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പറയാനുള്ള വേറൊരു കാരണം, ധാരാളം വ്യക്തികൾ വിളിച്ച് എന്നെ അറിയിക്കാറുണ്ട്: ഞങ്ങളിപ്പോൾ ജ്യോതിഷം, ജാതക ചേർച്ച എല്ലാം നോക്കിയിട്ടാണ് മകളുടെ കല്യാണം നടത്തുന്നത്, ഇതൊന്ന് സാറിനെ അറിയിക്കണമെന്നുണ്ട്. ചിലർ പറയാറുണ്ട് വാസ്തുവിദ്യ നോക്കിയിട്ടാണ് ഞങ്ങൾ വീട് വയ്ക്കുന്നത്. വേറെ ചിലർ അറിയിക്കാറുണ്ട് ഇപ്പം ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നാമം ജപിക്കാറുണ്ട്. വേറെ ചിലർ ഇതാക്കാറുണ്ട്: ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൈലാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അമ്പലത്തിൽ പോകാറുണ്ട്. ഇങ്ങനെ ഇതുവരെയും ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യൻ്റെ പ്രഭാഷണം കേട്ടിട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ടോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തനങ്ങളിലെ ചില ഭാഗങ്ങൾ സ്വീകരിച്ചോ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെക്കുറിച്ച് അറിയിക്കുമ്പോൾ ഒന്നും തോന്നാറില്ല. വികാരമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾ ജ്യോതിഷം നോക്കി വിവാഹം കഴിച്ചാലും
അല്ലെങ്കിൽ വാസ്തു നോക്കിയിട്ട് വീട് വെച്ചാലും ആചാരവിധി പ്രകാരം ജീവിച്ചാലും കൈലാസത്തിലേക്ക് പോയാലും അമ്പലത്തിലേക്ക് പോയാലും ഇതെല്ലാം എന്നെ അറിയിക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഞാൻ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കണമെന്നാണ്. ഞാൻ അഭിനന്ദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങൾ ചെയ്താലും എന്നെ ബാധിക്കുന്നില്ല, നിങ്ങൾ ചെയ്തില്ലെങ്കിലും എന്നെ ബാധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു വലിയ കർമ്മം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, വഴിയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിയമമനുസരിച്ച് വണ്ടി ഓടിച്ചാൽ നിങ്ങളെ ഏതെങ്കിലും പോലീസുകാരൻ വന്ന് അഭിനന്ദിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അബദ്ധമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എന്തിനാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും പ്രതീക്ഷിക്കുന്നത്? വേറെ ചിലർ, തൃപ്പൂണിത്തുറയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചറിയിച്ചു, ഞാൻ ഇവിടെ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഗോപാലകൃഷ്ണൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ റിട്ടയർ ആയ ഉടനെ വേറൊരു ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. വേറൊരാൾ പാലക്കാട് നിന്ന് വിളിച്ചറിയിച്ചു, 6 മാസം കഴിഞ്ഞാൽ ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ ഫുൾ ടൈം വർക്കിനുണ്ട്. 6 മാസം കഴിയുമ്പോൾ എൻ്റെ മകൻ്റെ കല്യാണമാണ്, അത് കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ കൂട്ടത്തിലുണ്ട്. വേറൊരാൾ പാലക്കാട് നിന്ന് വിളിച്ചറിയിച്ചു, ഇനി എൻ്റെ ജീവിതം മുഴുവനും സാറിൻ്റെ കൂട്ടത്തിലുള്ള പ്രവർത്തനത്തിനാണ്. വേറെ പലരും അറിയിക്കാറുണ്ട്, എഴുതി അയക്കാറുണ്ട്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയിച്ചാൽ അത് മുഴുവൻ ഞാൻ ചെയ്യാമെന്ന്. പക്ഷേ ഞാനിതെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ പറയുന്നതിൽ ഒരാൾ പോലും അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയോ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിന് വരികയോ ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പിച്ചറിയാം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരാരും വന്നിട്ടുമില്ല. ഇങ്ങനെ പലതും വിളിച്ച് അറിയിക്കാൻ വേണ്ടിയും ഈ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് എന്നെ ഫോൺ വിളിച്ച് അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ആരെന്ത് ചെയ്യാനും ചെയ്തില്ലെങ്കിലും അതും എന്നെ ബാധിക്കുന്നില്ല. വരാമെന്നും അതെല്ലാം ചെയ്യാമെന്നും ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് അത് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ ഒരു 5-6 പേര് എന്നെ വിളിച്ചു, സാറേ വാഷിങ്ടണിൽ നിന്ന് ഒരു മനുഷ്യൻ സാറിനെ ഉടനെ വിളിക്കും. ഞാൻ 5-6 പേരോട് പറഞ്ഞു, വാഷിങ്ടണിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ എനിക്ക് എന്താ പ്രത്യേകത? എനിക്കതിലെന്താ അത്ഭുതമുള്ളത്? അതിൽ ഈ 5-6 പേര് വിളിച്ച് വാഷിങ്ടണിൽ നിന്ന് ഒരാൾ വിളിച്ചു എന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അവർ ധരിച്ചു വെച്ചിരിക്കുന്ന വാഷിങ്ടണിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഒബാമ വിളിക്കുകയോ അല്ലെങ്കിൽ സോക്രട്ടീസ് വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആരെങ്കിലും വിളിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന എന്തൊരു അല്പത്വമാണ് അവരുടെ മനസ്സിലെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കഴിയുന്നതും ആൾക്കാർ എന്നെ വിളിക്കരുതേ ഈശ്വര. വേറൊന്നുമല്ല, അവർ വിളിച്ച് മിക്കവാറും 99% ആൾക്കാരും വിളിക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളുടെ പരിഹാരം കാണാനും അത് ഗോപാലകൃഷ്ണനോട് ചോദിച്ചു അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കാനുമാണ്. അവർ ഈ രാഷ്ട്രത്തിനോ ഈ ധർമ്മത്തിനോ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്തവരാണ്. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുകയും അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ അങ്ങനെയാ ചെയ്യാൻ പോകുന്നത് എന്നും ഞാൻ അയാളുടെ ആരാധകനാണ്, ഫാനാണെന്ന്. എനിക്ക് ഒരു ഫാനും വേണ്ട, എൻ്റെ തലയുടെ മുകളിലുള്ള ഫാൻ ധാരാളം മതി. അതുപോലെ എനിക്ക് ഒരു ആരാധകരും വേണ്ട, ഞാൻ അങ്ങനെ ഒരു ആരാധകരുടെ മുമ്പിൽ നിന്ന് കൊടുക്കാറുമില്ല. ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് പോകുന്ന വ്യക്തിക്ക് ഇതിൻ്റെ ആഗ്രഹമില്ല, ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല, പറയാറുമില്ല. എൻ്റെ പ്രഭാഷണ വേദികളിലെല്ലാം ഫോൺ വിളിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ അറിയിക്കാറുണ്ട്, ബൊക്കെയോ പൊന്നാടയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മെമൻറ്റോയോ സർട്ടിഫിക്കറ്റുകളോ വലിയ രീതിയിലുള്ള ഇൻട്രൊഡക്ഷനോ ഒന്നും ആവശ്യമില്ലെന്നും അത് പാടില്ലെന്നും അറിയിക്കാറുണ്ട്. അത് പാലിപ്പിക്കാറുമുണ്ട്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാറില്ല, ഒരു അവാർഡ് വാങ്ങിക്കാറില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാറുമില്ല, അവാർഡ് കൊടുക്കാറുമില്ല. അങ്ങനെയില്ലാത്ത എനിക്കൊരു സർട്ടിഫിക്കറ്റോ അഭിനന്ദനമോ നിങ്ങളുടെ പേഴ്സണൽ കാര്യം പരിഹരിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടാവുമെന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. മാത്രമല്ല, വിളിക്കുന്ന വ്യക്തികൾ മുഴുവനും അങ്ങനെ വിളിച്ച് ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് അതിൻ്റെ ഒരു പരിഹാരം ചോദിച്ചാൽ അയാൾക്ക് സന്തോഷമാവുമല്ലോ. അയാൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ
ജീവിതത്തിൽ പകർത്താൻ എന്നെ പോലെയുള്ളവരുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ആത്മവിശ്വാസം കിട്ടുമോ, സന്തോഷമാവുകയോ ചെയ്യും. ഈ ധാരണ തെറ്റാ. നിങ്ങളിൽ ആര് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഒന്നാമത്തെ കാര്യം അത് എൻ്റേതല്ല, നമ്മുടെ പൂർവികർ പറഞ്ഞതാ. രണ്ടാമത്തെ കാര്യം, എനിക്ക് സന്തോഷം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാലും വൈകുന്നേരം ഊണ് കഴിച്ചാലും രാത്രി കിടന്നുറങ്ങിയാലും എനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് ധരിക്കുന്നത് എന്തൊരബദ്ധ. എനിക്ക് ആരാധകരോ ഫോളോവേഴ്സോ ശിഷ്യന്മാരോ ഒന്നും വെക്കാൻ ആഗ്രഹവും ഇല്ല, അങ്ങനെ ഒട്ടും ഇല്ലതാനും. അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനല്ല ഉത്തരവാദി. മാത്രമല്ല, പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ കുറേ സംശയങ്ങൾ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങേർക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ആരും സംശയം ചോദിക്കുന്നതിനും എനിക്കറിയാം. എത്രയോ വ്യക്തികളോട് അവർ സംശയം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അപ്പോൾ അവർ അങ്ങനെയൊന്നുമില്ല സാറേ, സാറിനെ ഒന്ന് വിളിക്കണം എന്ന് തോന്നി. ശരി, എന്നെ വിളിക്കണം തോന്നാൻ കാരണം എന്താ? അല്ല, ഒരു സംശയം തോന്നിയതുകൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ ഒരു സംശയം ഇപ്പം തോന്നാൻ കാരണം എന്താ? ഇല്ല സാർ, വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വെറുതെ ചോദിക്കാൻ വേണ്ടി വിളിക്കേണ്ട സ്ഥലമാണോ ഇത്? അല്ല, സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കാം, ഞാൻ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? അങ്ങനെയൊന്നുമില്ല സാർ, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം കിട്ടിയാൽ എന്താ ചെയ്യാൻ പോണേ? ഒന്നും ചെയ്യാൻ പോണില്ല സാറേ, ചുമ്മാ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചുമ്മാ ചോദിക്കാനും വെറുതെ ചോദിക്കാനും അറിയാൻ വേണ്ടി അല്ലാത്ത രീതിയിൽ ഒരു ഫോൺ നമ്പർ കിട്ടിയപ്പോൾ കറക്കിയിട്ട് ചോദിക്കാനും ആണെങ്കിൽ എന്തിനാ വെറുതെ എന്നെ വിളിക്കുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. അതേപോലെ ധാരാളം വ്യക്തികൾ ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാറുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ഒരു പേപ്പർ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറയാറുണ്ട്. അതിൽ ഒരാൾ പോലും അങ്ങനെ എഴുതി ഒപ്പിട്ട് അയച്ചിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഇമെയിൽ വഴിക്ക് നൂറുകണക്കിന് വ്യക്തികൾ വി ആർ വിത്ത് യു, വി ആർ റെഡി ടു സപ്പോർട്ട് യു, വി ആർ റെഡി ടു ഹെൽപ്പ് യു എനി വേ റിക്വയർഡ് ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് ഇങ്ങനെ ആവേശം കൊണ്ട് എഴുതാറുണ്ട്. അവരോടും പറയുന്നു, നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കല്ലേ. നിങ്ങൾ ഇമെയിൽ അടിക്കാനും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാനും എന്നെ വിളിക്കാനും ഇതെല്ലാം സമയം വേസ്റ്റ് ആക്കുന്നത് നിങ്ങളുടെയും കുറേയൊക്കെ എൻ്റെയും സമയം വേസ്റ്റാണ്. നിരന്തരം പ്രഭാഷണങ്ങൾക്ക് പോയതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയമാണ് എൻ്റെ പെൻഡിങ് വർക്കുകളൊക്കെ തീർക്കാൻ. അതുകൊണ്ട് എന്നെ വിളിക്കേണ്ടെന്നല്ല, ജീവൻ മരണ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് വേറൊന്നുകൂടിയുണ്ട്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു അമേരിക്കയിൽ നിന്ന്, എൻ്റെ അച്ഛൻ മരിച്ചു, അവരുടെ ഇപ്പം ദഹനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ എന്ന്. അച്ഛൻ മരിച്ചു, ആ ദഹനക്രിയയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും നാട്ടിൽ, ഞാൻ അമേരിക്കയില, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനവനല്ലേ തീരുമാനിക്കുക, ഞാനാണോ തീരുമാനിക്കുക? മാത്രമല്ല, ഇനി അദ്ദേഹം അച്ഛൻ്റെ മരണശേഷം അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്നില്ലെന്ന് വിചാരിക്കുക, ആരെങ്കിലും അദ്ദേഹത്തിനെ വിമർശിച്ചു എന്ന് വിചാരിക്കുക, അതിന് ആ മനുഷ്യന് എന്തായിരിക്കും ഉത്തരം പറയുക? ഞാൻ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, അയാൾ പറഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. ഈ പാപഭാരം ഞാൻ എന്തിനാ ഏൽക്കുന്നേ? ഓരോ വ്യക്തികളും, ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, സർപ്പക്കാവുണ്ട് വീട്ടിൽ, അതൊന്ന് മാറ്റണം, എന്താ ചെയ്യേണ്ടത്? കുറേ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയാളത് ദേവപ്രശ്നം വെക്കാൻ പോയി, 4 ലക്ഷം രൂപയുടെ ചാർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് വേറൊരു ജ്യോത്സ്യൻ്റെ പ്രശ്നം വെപ്പുകാരൻ്റെ അടുത്തേക്ക് പോയി, അയാൾ 3 ലക്ഷം രൂപയുടെ കൊടുത്തു. അങ്ങനെ 4-5 പേരുടെ അടുത്തേക്ക് പോയപ്പോൾ ഒരാൾ 75,000 രൂപയുടെ ചാർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അയാൾക്ക് ഏതെങ്കിലും ഉത്തരം കൊടുത്താൽ അയാളുടെ വീട്ടിൽ 4 ലക്ഷത്തെ അനുകൂലിക്കുന്നവരുണ്ടാവാം, 3 ലക്ഷത്തെ അനുകൂലിക്കുന്നവരുണ്ടാവാം, 2 ലക്ഷത്തെ അനുകൂലിക്കുന്നവരുണ്ടാവാം, എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ മുമ്പിൽ ഗോപാലകൃഷ്ണൻ ആരാ ഇതിനൊക്കെ ഉത്തരം പറയാൻ എന്നുള്ളത്, എൻ്റെ പേരെന്തിനാ വലിച്ചടയ്ക്കുന്നത്? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന് വരെ നമ്മുടെ പൈതൃകത്തിൻ്റെ സന്ദേശങ്ങൾ പറയുന്നതിൽ നിന്ന് ഭിന്നമായ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ നൂറുകണക്കിനല്ല, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കാറുണ്ട്. ഒന്നുകിൽ സംശയത്തിന് യാതൊരു കഴമ്പും ഇല്ലാത്ത സംശയം, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ തന്നെത്താനെ പറഞ്ഞു എന്ന്
വന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം ഒഴിവാക്കാൻ ഗോപാലകൃഷ്ണന്റെ തലയിലിട്ട് ഗോപാലകൃഷ്ണന്റെ അഭിപ്രായമാണ് ഇതെന്ന് വരുത്തി തീർക്കാൻ. അതേപോലെ തന്നെ വേറെ ചിലർക്ക് ഞാൻ അയാളോട് ചോദിച്ചു എന്നുള്ളതിൽ അയാൾക്ക് സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്നുള്ളത്, വേറെ ചിലർക്കൊന്നും ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു, ഒരു തരത്തിലും മഹത്വമുള്ള ഒരു മനുഷ്യനല്ല ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഒട്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് വെറുതെ വിളിച്ച് ചോദിച്ച് ബന്ധപ്പെട്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. വേറെ ചിലര് പിന്നീട് വിളിച്ചു ചോദിക്കാറുണ്ട്, ഞാൻ 1 മാസം മുമ്പ് സാറിനെ കണ്ടിരുന്നു, ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടില്ല, എന്നോട് സാറിന് ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. 1 മാസം മുമ്പ് എന്ത് നടന്നു എന്നുള്ളത് പോയിട്ട് ഇങ്ങനെ പലരെയും കാണുകയും പലരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആരെന്തൊക്കെയാ സംസാരിച്ചത്, പറഞ്ഞത്, തോന്നിയത്, ഇതൊന്നും ഞാൻ ചിന്തിച്ചു വെക്കാറില്ല. അതൊന്നും ചിന്തിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഓരോ ദിവസവും 3, 4 പരിപാടികൾ കഴിഞ്ഞ് ഒരു മാസത്തിൽ 100, 120 പരിപാടികളാണ് പലപ്പോഴും വരാറുള്ളത്. കുറഞ്ഞതൊരു 10-50 പരിപാടികളെങ്കിലും വരും കേരളത്തിലുണ്ടെങ്കിൽ. ഈ പരിപാടികൾക്കിടയ്ക്ക് എന്താണ്, ആരോടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സംസാരിച്ചത് എന്ന് ഓർക്കാറില്ല. ഓർത്തത് കൊണ്ടൊട്ട് പ്രയോജനമില്ല. ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്ന പ്രശ്നമില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, യജ്ഞഭാവത്തിൽ എൻ്റെ രാഷ്ട്രത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാര്യം ചെയ്യുമ്പോൾ ആര് വിമർശിച്ചു, ആര് അഭിനന്ദിച്ചു, ആരനുമോദിച്ചു, അല്ലെങ്കിൽ ആരെനിക്ക് ദോശ തന്നു, ആരെനിക്ക് ചായ തന്നു, ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം ഓർത്തൊന്നും വരില്ല. എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് എന്നും നന്ദിയുണ്ട്. പല സ്ഥലത്തും പല പരിപാടികൾ സംഘടിപ്പിക്കുന്നവരോട്, അത് കേൾക്കാൻ വരുന്നവരോട് നന്ദിയുണ്ട്. കാരണം അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സന്ദേശം അവരുടെ പ്രദേശത്ത് പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും നന്ദി പറയാനും അവരുടെ ആ പരിപാടിയിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് അന്വേഷിക്കാനും വിളിക്കാറുണ്ട്. അല്ലാതെ ഞാനൊന്നും വിളിക്കാറില്ല. അതുകൊണ്ട് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഏത് മഹാരഥൻ വിളിച്ചാലും വലിയവൻ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ആരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനും പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും അങ്ങനെയുള്ളതിനൊന്നിനും ഒരു തരത്തിൽ താല്പര്യമില്ല എനിക്ക്. അത് വലിയൊരു കാര്യമായിട്ടല്ല പറഞ്ഞത്. ഇതൊക്കെ യൂട്യൂബിൽ കയറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർക്ക് തോന്നുകയാണെങ്കിൽ അവരോടും കൂടി പറയാനുള്ളത്, യൂട്യൂബ് ഏതാണ്ട് 18 ലക്ഷം പേര് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇന്നലെ വരെയും ആയിട്ട് കണ്ടിട്ടുണ്ട്. 18 ലക്ഷം പേര് കണ്ടു. എൻ്റെ വീഡിയോ CD-യും മറ്റുള്ളതും എൻ്റെ പ്രഭാഷണങ്ങളും നേരിട്ട് അപ്ലോഡ് ചെയ്തവർ ഒരു 12 ലക്ഷത്തോളം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ 18 + 12 30 ലക്ഷത്തോളം പേര് പലാവർത്തിയോ ഒരാവർത്തിയോ കണ്ടിട്ടുണ്ടാവും. എത്ര ആവർത്തി കണ്ടാലും അവരെ ഒന്ന് അറിയിക്കണം എന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ സമയവും പൈസയും നിങ്ങൾ ചിലവാക്കരുത്. അഭിനന്ദനങ്ങളോ വിമർശനങ്ങളോ ഒന്നും ബാധകമല്ല. ചില വിമർശനാത്മകമായ വരികൾ യൂട്യൂബിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവർ ധാരാളം പേരുണ്ട്. ഇനിയും അത് മാറ്റുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ആ വരിയെ ചൊല്ലി ആ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കാണാം. ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അത് കണ്ട് പരസ്പരം തർക്കിക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം അത് മാറ്റുന്നത്. അല്ലാണ്ട് എത്ര ഭീകരമായ വാക്കുകൾ ഉപയോഗിച്ച് വിമർശിച്ചാലും യാതൊരു ഫീലിങ്ങും എനിക്കുണ്ടാവില്ല. അതൊന്നും ഭയപ്പെടുകയോ അല്ലെങ്കിൽ അതെല്ലാം കേട്ട് തളരുകയോ തകരുകയോ വരളുകയോ ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ. അതൊന്നും കേട്ട് ഒന്നും സംഭവിക്കാനില്ല. അഭിനന്ദനങ്ങളോ അനുമോദനങ്ങളോ ആശീർവാദങ്ങളോ ഒന്നും ബാധിക്കാറില്ല. വിമർശനങ്ങളോ അപകീർത്തികളോ കളിയാക്കലോ അപഹാസ്യമോ ഒന്നും ബാധിക്കാറില്ല. ഇതെല്ലാം ഒരു സിദ്ധന്റെ ലെവലിൽ എത്തിയ രീതിയിൽ സംസാരിക്കുന്നു എന്നും ധരിക്കേണ്ട. ഞാൻ എല്ലാ മനുഷ്യരെയും പോലെയുള്ള ആളാണ്. ഫാനും എനിക്ക് ആവശ്യമില്ല, കൂളറും ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ഗോപാലകൃഷ്ണന്റെ ഫാൻ ആണ് ഞാൻ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ കൂളറാണ് എന്നും പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയും വേണ്ട എന്നുകൂടി പറയാനാണ്. പിന്നെ ഒന്നുകൂടി ഓർക്കാം, നിങ്ങളെന്നും സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് നിങ്ങളാണ്. അത് ഗോപാലകൃഷ്ണനോ സ്വാമിമാരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ അല്ല. കാരണം നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നിദാനമായ പ്രശ്നങ്ങളുടെ ഉത്തരം ആര് തരണമെങ്കിലും
അനവധി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമേ ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. 92 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ എന്നെ വിളിച്ച് ഞാൻ കുളത്തിൽ മുങ്ങിക്കുളിച്ച് പിതൃകർമ്മം നടത്തണോ സാറേ എന്ന് എന്നോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. അതേ ചോദ്യം 35 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ 25 വയസ്സായിട്ടുള്ള ഒരു മകൻ എന്നോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. രണ്ടു പേർക്കും രണ്ട് ഉത്തരം. 92 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ പിതൃകർമ്മം നടത്താൻ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? 25 വയസ്സായിട്ടുള്ള ഒരു മകൻ, ഒരു പയ്യൻ കുളത്തിൽ പോയിട്ട് മുങ്ങിക്കുളിച്ച് പിതൃകർമ്മം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരേ ചോദ്യമാണ്, രണ്ട് വ്യക്തികളെ ചോദിക്കാം. ഓരോ വീട്ടിലും ഓരോ വിഭാഗം ജനതയിലും ഓരോ മതത്തിലും ഓരോ ജാതി വിഭാഗത്തിലും ഓരോ തരത്തിലുള്ള ചടങ്ങുകളും ആചാരങ്ങളുമാണ് ഉള്ളത്. മാത്രമല്ല കണ്ണൂരിലുള്ള ആചാരമൊന്നും അല്ല തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ടെലിഫോൺ വിളിച്ച ഒരാളോട് ഒരു ചോദ്യം ചോദിച്ച് അയാൾ ഒരു മിനിറ്റ് കൊണ്ട് പറയുന്ന ഉത്തരം നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ചിന്തിക്കുക. ഞാൻ വാഷിങ്ടണിലുള്ള ആളാണ്, അച്ഛൻ മരിച്ചു, പോകണോ വേണ്ടയോ? അതിൻ്റെ ഉത്തരവാദിത്വം ഗോപാലകൃഷ്ണനെ ഏൽപ്പിക്കേണ്ട, ഉദിചൈതന്യെ ഏൽപ്പിക്കേണ്ട, സന്ധി ചൈതന്യെ ഏൽപ്പിക്കേണ്ട, ഭൂമാനന്ദ സ്വാമിയെ ഏൽപ്പിക്കേണ്ട, ഒരാളെ ഏൽപ്പിക്കേണ്ട. വേണമെങ്കിൽ അവനവൻ്റെ കൂട്ടുകാരനോട് ചോദിക്കാം, കൂട്ടത്തിലുള്ള കൂട്ടുകാരനോട്. ആ കൂട്ടത്തിലുള്ള കൂട്ടുകാരന് ഞങ്ങൾ തരുന്നതിനേക്കാൾ നന്നായിട്ടുള്ള ഉപദേശം തരാൻ സാധിക്കും. കാരണം ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാണ്. എൻ്റെ മകൻ്റെ ജാതകം സാറ് നോക്കണം. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവരാരെങ്കിലും നോക്കുക. നിങ്ങളുടെ മകനോ മകളോ ജാതകം നോക്കി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കുന്നേ ഇല്ല. സാറേ എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്, ഞാനൊരു നിരീശ്വരവാദിയാണ്. ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എനിക്ക് ഭാരതീയ പൈതൃകം പഠിക്കണം, സാറ് പഠിപ്പിക്കണം. എനിക്ക് ഒരു വ്യക്തിയെ നോക്കാൻ എനിക്ക് സമയമില്ല. ഇവർക്ക് ആർക്കും സമയമില്ല. മാൻ മേക്കിംഗ് അല്ല നമ്മുടെ ജോലി, മെൻ മേക്കിംഗ് ആണ്. ഒരാളെ പഠിപ്പിക്കൽ പലപ്പോഴും പലരും പറയാറുണ്ട്, താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തികൾ വരുന്നതിനേക്കാൾ നല്ലത് താല്പര്യമുള്ള 50 പേര് വരികയാണെന്ന്. ഞാൻ പറയുന്നു ഇത് തെറ്റാ. താല്പര്യമുള്ള 50 പേര് വേറെ എവിടെയെങ്കിലും ചെന്ന് വിഷയം പഠിക്കട്ടെ. താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തികളിൽ താല്പര്യം ഉണ്ടാക്കലും അത്ര എൻ്റെ ജോലി. താല്പര്യമുണ്ടാക്കലേ എൻ്റെ ജോലിയുള്ളൂ. അവരത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കൽ എൻ്റെ ജോലിയല്ല. അത് ശരിയല്ല എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, അതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്നോട് ജഗദീശ്വരൻ പറഞ്ഞിരിക്കുന്ന, എൻ്റെ ഭാരതമാതാവ് പറഞ്ഞിരിക്കുന്ന, പൂർവിക ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മാത്രമാണ്, അറിയിക്കുക. വേണമെന്നുള്ളവരെടുക്കട്ടെ, വേണ്ട എന്നുള്ളവരെടുക്കണ്ട. അറിയിക്കുമ്പോഴും അത് ഞാനാണ് അറിയിക്കുന്നത് എന്നൊരു തോന്നൽ എനിക്കില്ല. ഞാനൊരു ഉപകരണമാണ്. നിമിത്ത മാത്രം ഭവ സവ്യ സാജിൻ എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു. നീ ഒരു ഉപകരണം മാത്രമാണ്. സംശയാത്മാ വിനശ്യതി, അതിലെനിക്ക് ഒരു സംശയമില്ല. അതുപോലെ ചിലരൊക്കെ 4ഉം 5ഉം പേജുള്ള കത്തുകൾ എഴുതാറുണ്ട്. ആ കത്തുകൾക്കൊന്നും മറുപടി അയക്കാൻ ഞാൻ നിൽക്കാറില്ല. അത് വായിക്കാൻ തന്നെ സമയം കിട്ടാറില്ല. ചിലർ അവരെഴുതിയ പുസ്തകം എനിക്ക് തരാറുണ്ട്, എനിക്ക് സമയം കിട്ടാറില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ പലരും എഴുതിയ പുസ്തകം ചിലപ്പോൾ വായിച്ചു എന്ന് വരും, വായിച്ചില്ല എന്ന് വരും. അതിലൊരു അഭിനന്ദന കത്തോ ഇത് ഞാൻ പോവാറില്ല. ധാരാളം വ്യക്തികൾ അവർ ചെയ്യാൻ പോകുന്ന വലിയ കർമ്മത്തിൽ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ രക്ഷാധികാരിയായിട്ടിരിക്കണം എന്ന് പറയും. എനിക്ക് രക്ഷാധികാരിയോ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിട്ടിരിക്കാനുള്ള സമയവും ഇല്ല, താല്പര്യവും ഇല്ല, അവകാശവും ഇല്ല, അധികാരവും ഇല്ല. എനിക്കതൊരു ജീവിതത്തിൻ്റെ ഭാഗമല്ല. ഇത്രയും ഞാൻ ഈ യൂട്യൂബിലൂടെ നിങ്ങളോട് പറയുമ്പോൾ ഓർമ്മിക്കുക. ഇല്ലാത്ത പലതും, വേണ്ടാത്ത പലതും, അരുതാത്ത പലതും, തോന്നാത്ത പലതും എല്ലാം ഇങ്ങനെ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. നിങ്ങളുടെ സമയം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഇതുപോലെയുള്ളത് ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറയില്ല. കാരണം കുറേ വ്യക്തികളുടെ മനസ്സിലുള്ള ധാരണകൾ, ഗോപാലകൃഷ്ണൻ ഒരു പണ്ഡിതനാണ്, അല്ല. എന്തുകൊണ്ട് പണ്ഡിതനല്ല എന്ന് പറയുന്നു? മഹാസാഗരം മാതിരി പൈതൃകമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ അരബക്കറ്റ് വെള്ളവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ പണ്ഡിതനാണെന്ന് അയാൾക്കോ മറ്റുള്ളവർക്കോ തോന്നുകയാണെങ്കിൽ അത് അവരവരുടെ പാപ്പരത്വമാണ്, ഗോപാലകൃഷ്ണൻ്റെ കുഴപ്പമല്ല. അങ്ങനെ പണ്ഡിതനാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. വളരെ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. പലപ്പോഴും നിർത്തി സ്ലോ ആയിട്ട് പറയുന്നത് കൊണ്ട് കുറേ പേർക്ക് അത് മനസ്സിലാവുന്നു. അവർക്ക് താല്പര്യം തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട്
നിങ്ങൾക്കറിയാത്തതൊന്നും ഞാൻ പറയാറില്ലെന്ന് പറഞ്ഞിട്ടാ പലപ്പോഴും എൻ്റെ പ്രഭാഷണമോ ക്ലാസ് എടുക്കലോ ഞാൻ ചെയ്യാറുള്ളത്. അറിയാവുന്നത് ക്രമീകരിച്ചു പറയുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതേ സമയത്ത് ജീവൻ മരണ പ്രശ്നവുമായിട്ട് ഒരു ഉപദേശം കിട്ടിയേ തീരൂ. അടുത്ത നിമിഷം ചിലപ്പോൾ ഒത്തിരി പേര് ആത്മഹത്യക്ക് വേണ്ടി പോയവരെന്നെ വിളിച്ചിട്ടുണ്ട്. അവർ പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞു, സാറ് ഇങ്ങനെ ഒരു സന്ദേശം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ളതിനൊക്കെ തീർച്ചയായിട്ടും വിളിക്കണം. 24 മണിക്കൂറും എൻ്റെ മൊബൈൽ ഓണായിരിക്കും, മൊബൈൽ ഫോൺ. അങ്ങനെയുള്ള ഏത് പ്രശ്നവും. അടുത്ത കാലത്ത് ഒരാൾ വിളിച്ചു, അയാൾക്ക് 3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അത് 28 ലക്ഷം രൂപയ്ക്ക് വിറ്റു, അത് ഷെയർ ബിസിനസ്സിലിട്ടു. ആ ഷെയർ ബിസിനസ് മൊത്തം തകർന്നു, ഭാര്യ മാനസിക രോഗിയായി, ഞാൻ എന്ത് ചെയ്യണമെന്ന് കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന വിധത്തിൽ ചെറിയ ഉപദേശങ്ങൾ കൊടുത്തു. വളരെ ആശ്വാസം തോന്നി എന്ന് പറഞ്ഞു. ബാംഗ്ലൂര് ഒരാൾ ഫ്ലാറ്റ് വാങ്ങിച്ച് ഗൃഹപ്രവേശം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം ഒരു സ്ത്രീ അവിടെ ചായ കുടിക്കാൻ ഈ ഗൃഹപ്രവേശത്ത് വന്ന സ്ത്രീ പറഞ്ഞു, ഈ വീട്ടിലാ ഒരാൾ തൂങ്ങി മരിച്ചിരിക്കുന്നത് എന്ന്. അത് കേട്ടോടുകൂടി ആ ഗൃഹനാഥൻ്റെ മാനസിക നില പോലും തകർന്നു. ഉടനെ എന്നെ വിളിച്ചു, ഞാൻ അതിന് ഉത്തരം കൊടുത്തു. അവർ വളരെ സന്തോഷമായിട്ട്. ഇങ്ങനെ ജീവൻ മരണ പ്രശ്നങ്ങൾ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വരികയാണെങ്കിൽ എൻ്റെ പരിമിതമായ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും വെളിച്ചത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ എനിക്ക് ഒരു വിഷമമില്ല. പക്ഷേ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് രീതിയിൽ എന്നെ വിളിച്ചാലും ഞാൻ ആദ്യം ചോദിക്കുക, ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരോട് ഇത് ചോദിക്കുമായിരുന്നോ അവരോട് ചോദിക്കുക എന്നായിരിക്കും ഞാൻ പറയുക. അതുകൊണ്ട് അവനവൻ്റെ വീട്ടിൽ, അവനവൻ്റെ നാട്ടിൽ, അവനവൻ്റെ ആചാരത്തിലുള്ള കർമ്മങ്ങൾ സ്വയം ചിന്തിക്കുക, സ്വയം വിശകലനം ചെയ്യുക, സ്വയം തീരുമാനമെടുക്കുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്ന് കൂടി അറിയിച്ചുകൊണ്ട്, ഇത് നിങ്ങൾ കാണുമെങ്കിൽ എനിക്ക് സന്തോഷം, വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല. കുറേ കാലമായി ഇങ്ങനെ ഒന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ്, അതുപോലെ നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ പ്രസിദ്ധീകരണങ്ങളും CD-കളും പുസ്തകങ്ങളും മറ്റെല്ലാം കുറേ അധികം പൈതൃക വിഷയങ്ങൾ വിവരിക്കുന്നതാണ്. അതിലൂടെ പഠിക്കുക. യൂട്യൂബിൽ ധാരാളമുണ്ട്. തേഴ്സ്ഡേ മെസ്സേജ് തുടങ്ങിയ കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ പോകുന്നുണ്ട്. 10,000-40,000 പേർക്ക് എല്ലാ ആഴ്ചയും പലതരത്തിലുള്ള മെസ്സേജുകൾ അയക്കാറുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതൊന്നും അഭിനന്ദനത്തിന് വേണ്ടിയോ അനുമോദനത്തിന് വേണ്ടിയോ അല്ല അയക്കുന്നത്. കുറച്ച് വ്യക്തികളെങ്കിലും അടുത്ത തലമുറയ്ക്ക് ഇത് പകരാനുണ്ടാവണമെന്ന് വിചാരിച്ച് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.